നമസ്കാരം. ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഉയരുകയാണ്. ബംഗ്ലാദേശിൽ മാത്രമല്ല, ലോകരാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല ലോകരാജ്യങ്ങളിലും പ്രതിഷേധം ഉയരുകയാണ്. ഏറ്റവും ഒടുവിലായി ഇസ്കോൺ മഠാധിപതിയായിട്ടുള്ള സ്വാമി ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് സർക്കാർ ജയിലിൽ അടച്ചിരുന്നു. അദ്ദേഹം ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായി നടന്ന അക്രമങ്ങൾക്കും ലഹളയ്ക്കും എതിരായി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നതാണ് ബംഗ്ലാദേശ് സർക്കാരിനെയും അവിടുത്തെ മത തീവ്രവാദ സംഘടനകളെയും പ്രകോപിപ്പിച്ചത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയായിരുന്നു. അതായത് ബംഗ്ലാദേശ് പതാകയ്ക്ക് മുകളിലായി മറ്റു പതാകകൾ പാറിച്ചു എന്ന കുറ്റം ആരോപിച്ചുകൊണ്ടാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുന്നത്. സ്വാമി ചിന്മയ കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പ്രതിഷേധം അലയടിക്കുന്നത്. ഇന്നു മുതൽ കേരളത്തിൽ, അതായത് ഡിസംബർ 3, 4, 5 തീയതികളിലായി കേരളത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. ബംഗ്ലാദേശ് ഹിന്ദു ഐക്യദാർഢ്യ റാലികളും സമ്മേളനങ്ങളും നടക്കും. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബ് റോഡിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഈ ഐക്യദാർഢ്യ റാലി ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരും. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് ഐക്യദാർഢ്യ സമ്മേളനം നടക്കുക. പ്രസ് ക്ലബ്ബ് റോഡിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ റാലി ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പാളയം രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ മുക്തിവാഹിനി എന്ന ഒരു കഴിഞ്ഞ വിഭാഗം ചെറിയതാണെങ്കിലും കരുത്തുകൊണ്ട് അവർ നിൽക്കുന്നു. അവർക്കതിന് ആധ്യാത്മിക ആചാര്യന്മാർ നേതൃത്വം നൽകുന്നു. എല്ലാ കാലത്തും ആധ്യാത്മിക ആചാര്യന്മാരുടെ റോൾ അതായിരുന്നു. ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരെ കേരളത്തിലെ നിരീശ്വരവാദ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയം പിന്തുടരുന്ന അരവിദ്യാഭ്യാസം നേടിയ തലമുറകൾ അവരെ കാവിയുടുത്ത് ജടപിടിച്ച് നാമമന്ത്രം ഉരുവിട്ട് നടക്കുന്നവരെന്ന് ആക്ഷേപിച്ച സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ആർഷ ഋഷി പാരമ്പര്യം, സന്യാസി സമൂഹത്തിന്റെ പാരമ്പര്യം എല്ലാ കാലത്തും അത് ഈ രാജ്യത്തെ ഋഷി സംസ്കാരത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിന് സമൂഹത്തെ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. രാമായണത്തിൽ രാവണനെതിരെ രാമനെ തയ്യാറാക്കിയത് ഋഷിമാരായിരുന്നു. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര മുഗള കാലഘട്ടങ്ങളാകട്ടെ, ഭാരതത്തിലേക്ക് കടന്നുകയറിയ ഇസ്ലാമിക ആക്രമകാരികളുടെ വിനാശകരമായ ആക്രമണങ്ങളാകട്ടെ, ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടമായിക്കോട്ടെ, അതിനെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ഉത്തേജിപ്പിച്ച പാരമ്പര്യം. കാരണം ഈ നാടിന്റെ സംസ്കൃതി ലോകത്തിന്റെ നന്മയ്ക്ക് നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് മറ്റാരേക്കാളും തിരിച്ചറിയുന്നത് സർവസംഘ പരിത്യാഗികളായ ഈ ഋഷി സമൂഹമാണ്, സന്യാസിമാരാണ്. കാരണം അവരാണ്, അവരുടെ ജീവിതം കൊണ്ടാണ്, അവരുടെ തപസ്സുകൊണ്ടാണ് അത് സൃഷ്ടിച്ചെടുത്തത്. ഇത് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം തങ്ങൾക്കുണ്ടെന്നറിയാം. അതുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം അവരെ സടകുടഞ്ഞുണർന്നിരിക്കുന്നു. അമ്മമാരും സഹോദരിമാരും അവര് തെരുവുകളിൽ ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ ഗുണ്ടായിസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവുകളിൽ ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് അവർക്ക് പിന്തുണ ആവശ്യമുള്ളത്. എല്ലാം കളഞ്ഞിട്ടെറിഞ്ഞ് ഓടിപ്പോകുന്നവരെ ആർക്കും പിന്തുണയ്ക്കാൻ സാധ്യമല്ല. അത് ഓടിപ്പോവുക തന്നെ സാധിക്കുകയുള്ളൂ. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോഴതല്ല സാഹചര്യം. ഇപ്പൊ സാഹചര്യം അതല്ല. ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു പോലും പലായനം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ്.
അവിടെ ബുദ്ധിസ്റ്റുകൾ ആക്രമണത്തിനിരയാകുന്നു, ക്രിസ്ത്യാനികൾ ആക്രമണത്തിനിരയാകുന്നു, സിഖുകാർ ആക്രമണത്തിനിരയാകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾ, ഒറ്റപ്പെട്ട ആളുകൾ പോകാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ബംഗ്ലാദേശിന്റെ തെരുവീഥികളിൽ കാവിയുടെ ഉജ്ജ്വലമായ പ്രതിഷേധത്തിന്റെ തരംഗമലയടിച്ചു എന്നുള്ളതാണ്. ആ പരിവർത്തനമാണ് ലോകം മുഴുവൻ ബംഗ്ലാദേശിലേക്ക്, ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ബംഗ്ലാദേശിലേക്ക് ആകർഷിച്ചത്. പക്ഷെ ആ ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭാരതം 2014 മുതൽ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞ ഈ ബ്യൂറോക്രാറ്റുകൾ ഉണ്ടല്ലോ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന വൈദേശിക ഏജൻസികൾ ഉണ്ടല്ലോ, അവര് ചിന്തിച്ചു തുടങ്ങിയത് ബംഗ്ലാദേശിലെ ഈ കാവി മുന്നേറ്റം ലോകത്തിന്റെ ഇതര ഭാഗങ്ങളും തങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ലാതായി തീരുന്നുവോ എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകം ആശങ്കയോടുകൂടി നോക്കുന്നുണ്ട്. പക്ഷെ ലോകത്തിന് ഭാരതത്തിന്റെ ശക്തമായ നിലപാട് കാരണം ഒറ്റയടിക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. 2014 മുമ്പുള്ള ഭാരതമല്ല 2014 ശേഷമുള്ള ഭാരതം. എന്തുകൊണ്ടാണ് ഈ ബ്യൂറോക്രാറ്റുകൾ സംഘടിതരായി അഞ്ചാം പത്തികളുടെ പണം വാങ്ങി ഈ നാടിന്റെ താല്പര്യത്തിനെതിരായി രംഗത്ത് വന്നത്? അവർ വാസ്തവത്തിൽ തൊഴിൽ രഹിതരായതുകൊണ്ടാണ്. ഇവരുടെ ശമ്പളം വാങ്ങി ഈ രാജ്യത്ത് NGOsകൾ നടത്തി ഇവിടെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് അതിൽ നിന്ന് മുതലെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. ഇന്നു മുതൽ 3 ദിവസമായി ഈ കേരളമെമ്പാടും സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുകയാണ്. ബംഗ്ലാദേശ് ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം കേരളമെമ്പാടും നടക്കുന്നത്. തത്വമയി ന്യൂസിന് വേണ്ടി സുധീഷ് വെള്ളാഞ്ചിറയ്ക്കൊപ്പം കുമാർ സംയോഗി. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.